ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജിയോയുടെ എയർ ഫൈബറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരുപാട് പേര് പറയുന്നുണ്ട് ജിയോയുടെ എയർ ഫൈബറിന് അവർ കണക്ഷന് വേണ്ടി ബുക്ക് ചെയ്തതിന് ശേഷം 1000 രൂപ അടച്ചാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 1000 രൂപ കൊടുത്ത് കണക്ഷന് വേണ്ടി ബുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ജിയോയുടെ ആൾക്കാർ വീട്ടിൽ വന്ന് നോക്കി സിഗ്നൽ ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് കണക്ഷൻ ചിലപ്പോൾ റിജക്റ്റ് ആകും. കാരണം വെച്ചാൽ സിഗ്നൽ ഇല്ലെങ്കിൽ കണക്ഷൻ റിജക്റ്റ് ആകും. അപ്പോൾ അങ്ങനെ റിജക്റ്റ് ആയി കഴിയുമ്പോഴത്തേനും അവർ ഓൾറെഡി അടച്ച 1000 രൂപ കിട്ടാനായിട്ട് അവർക്ക് ഒരുപാട് ഡിലേ, ചിലർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല, ചിലർ ഇപ്പോഴും വീണ്ടും ജിയോയെ കോൺടാക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ കംപ്ലയിൻറ്റുകൾ കിട്ടും. അപ്പം നിങ്ങൾ ജിയോയുടെ എയർ ഫൈബർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഏത് രീതിയിൽ ആണ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 1000 രൂപ പോകാതെ അല്ലെങ്കിൽ ഈ റീഫണ്ടിൻ്റെ ഇഷ്യൂ ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ കണക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ജിയോയുടെ എയർ ഫൈബർ എന്താണെന്ന് ചിലപ്പം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും 5G അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഏരിയയിലും തന്നെ എയർ ഫൈബർ അവൈലബിൾ ആണ്. ഇനി അറിയാൻ മേലാത്ത ആൾക്കാർക്ക് പറയാം. അതായത് ഫൈബർ, നിലവിലുള്ള ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയേർഡ് സർവീസാണ്. അതിന് പകരം ഫൈബർ എത്താത്ത ഏരിയയിൽ 5G ടവർ വഴി 5G സിഗ്നൽ യൂസ് ചെയ്ത് ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കുന്ന സർവീസാണ് ജിയോ എയർ ഫൈബർ. അത് നിലവിൽ ജിയോയുടെ 5G സിഗ്നൽസ് നല്ല രീതിയിൽ കിട്ടുന്ന എല്ലായിടത്തും തന്നെ ഇപ്പോൾ എയർ ഫൈബർ അവൈലബിൾ ആയിട്ടുണ്ട്. ലോഞ്ച് ചെയ്തിട്ട് കുറേ നാളായി, പക്ഷേ റിമോട്ട് ഏരിയയിലൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം റീസെൻ്റായിട്ട് ഒരുമാതിരി എല്ലാ ഏരിയയിലും ഇപ്പം എയർ ഫൈബർ അവൈലബിൾ ആണ്. പിന്നെ അത് എൻ്റെ കൂടെ വേറെ അഡീഷണൽ ബെനിഫിറ്റ് ആണെന്ന് വെച്ചാൽ എല്ലാവരും എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു ബ്രോഡ്ബാൻഡ് എടുക്കുന്നതിനകത്ത് ബ്രോഡ്ബാൻഡ് കണക്ഷൻ മാത്രമാണുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്രോഡ്ബാൻഡ് സർവീസ് ഉണ്ട്. അതായത് 30 Mbps തൊട്ട് 100 Mbps വരെയുള്ള കണക്ഷൻ നമുക്ക് എടുക്കാം. അതിൻ്റെ കൂടെ IPTV, അതായത് ജിയോ കൊടുക്കുന്ന ജിയോ TV സർവീസ് ഏകദേശം 600 ചാനലുകളും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ 600ഓളം ചാനൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് കിട്ടും. കൂടാതെ OTT പ്ലാൻസും ഉണ്ട്. അതായത് ഹോട്ട്സ്റ്റാർ പോലെയുള്ള ആപ്ലിക്കേഷൻസും നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. ഇതെല്ലാം കൂടെ ഒറ്റ പാക്കേജിലാണ്. അതായത് 599 സ്റ്റാർട്ട് ചെയ്യുന്നത്. 599 പ്ലസ് ടാക്സ് ഏകദേശം 707 രൂപയോളം. അപ്പോൾ 707 രൂപയോട്ടാണ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 30 Mbpsൻ്റെ. അപ്പം നിങ്ങൾക്ക് ബ്രോഡ്ബാൻഡും കിട്ടും, OTTയും കിട്ടും, പിന്നെ ലൈവ് TV കിട്ടും. അതാണ് എയർ ഫൈബർ ആൾക്കാർ പ്രിഫർ ചെയ്യാനുള്ള കാരണം. കാരണം വെച്ചാൽ സെപ്പറേറ്റ് പൈസ ഒന്നിനും മുടക്കാതെ ഒരെണ്ണത്തിൽ തന്നെ എല്ലാം കിട്ടും. പിന്നെ എയർ ഫൈബറിൻ്റെ നോർമലി ഉള്ള ബുക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവർ ഫോളോ ചെയ്യുന്നൊരു രീതി എന്ന് വെച്ചാൽ നമ്മുടെ മൈ ജിയോ ആപ്പ് അല്ലെങ്കിൽ ജിയോയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പിൻകോഡും കാര്യങ്ങളും എൻ്റർ ചെയ്ത് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ ജിയോയുടെ ആപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ ആപ്പിൽ കയറുമ്പോൾ നമുക്ക് അവിടെ എയർ ഫൈബറിൻ്റെ പരസ്യം കാണാം, പ്രൊമോഷൻ കാണാം. അപ്പോൾ അവിടെ നമ്മളോട് പറയും എയർ ഫൈബർ നമ്മളോട് അവൈലബിൾ ആണെങ്കിൽ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. എന്നിട്ട് ബുക്ക് ചെയ്യാനുള്ളൊരു ബട്ടണൊക്കെ കാണും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പിൻകോഡ് അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഏരിയയിൽ എയർ ഫൈബർ ഉണ്ടെങ്കിൽ അവിടെ എയർ ഫൈബർ അവൈലബിൾ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. അതിനുശേഷം വരുന്ന സ്ക്രീനിൽ നമ്മളോട് ബുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറേ ഓട്ടോ ഫില്ലാകും നമ്മുടെ പിൻകോഡ് അടിച്ചു കൊടുക്കുമ്പോൾ. ബാക്കി നമ്മുടെ ഉള്ള കാര്യങ്ങളും കൂടെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ 1000 രൂപ ഒരു ബുക്കിംഗ് ചാർജ് ആയിട്ട് അടയ്ക്കണം. 1000 രൂപ ബുക്കിംഗ് ചാർജ് ആയിട്ട് അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ബുക്കിംഗ് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 1000 രൂപ ബുക്കിംഗ് ചാർജിൽ നിന്ന് അവർ ശരിക്കും അത് ഇൻസ്റ്റാളേഷൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പൈസയാണ്. നമ്മുടെ 1000 രൂപ ആദ്യം മേടിക്കും, എന്നിട്ട് നമുക്ക് കണക്ഷനെല്ലാം തരുന്ന സമയത്ത് ഇൻസ്റ്റലേഷൻ ഫീസായിട്ട് 1000 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ 1000 രൂപ നമ്മൾ ഒരു അഡീഷണൽ പൈസയല്ല, ഈ ഇതിൻ്റെ കൂടെ തന്നെയുള്ള ഇൻസ്റ്റലേഷൻ ചാർജ് ആയിട്ടാണ് അത് മേടിക്കുന്നത്. പിന്നെ നമ്മൾ അഡീഷണൽ അടയ്ക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാൻ എത്രയാണോ ആ പ്ലാന് 3 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ പൈസ ഒരുമിച്ച് അടയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ 1000 രൂപ ഓൾറെഡി അടച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇൻസ്റ്റലേഷൻ സമയത്ത് ആ പ്ലാൻ്റെ പൈസ മാത്രമാണ് അടയ്ക്കേണ്ടത്. അപ്പം ഒഫീഷ്യലായിട്ട് അവർ കാണിക്കുന്നത് നമ്മൾ ആപ്പ് വഴി ബുക്ക് ചെയ്ത് പോകാനാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ആപ്പ് വഴി ബുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 1000 രൂപ അടച്ച് ബുക്കിംഗ് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നിലവിൽ എല്ലാവർക്കും സംഭവിക്കുന്നത്, അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ 1000 രൂപ കൊടുത്ത് കണക്ഷന് ബുക്കിംഗ് എല്ലാം എടുത്തതിന് ശേഷം ആണ് ഇത് ജിയോയുടെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ജിയോ ഓഫീസിലേക്കാണ് ഇതിൻ്റെ റിക്വസ്റ്റ് അസൈൻ ആകുന്നത്. അപ്പോൾ 1 അല്ലെങ്കിൽ 2 ദിവസത്തിന് ശേഷം ഈ നമ്മുടെ അടുത്തുള്ള ജിയോ ഓഫീസിൽ നിന്ന് അവർ 2 പേര് വന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ഥലത്ത് സിഗ്നൽ ചെക്ക് ചെയ്യും. അതായത് ഇപ്പം നമ്മുടെ ആപ്പിൻ്റെ അകത്ത് അവർ ഇതിന് സിഗ്നലുണ്ട്, നിങ്ങളുടെ ഏരിയയിൽ അവൈലബിൾ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ പോലും അവർ റെപ്രസെൻറ്റേറ്റീവ് വീട്ടിൽ വന്ന് നമുക്ക് കണക്ഷൻ തരാൻ വേണ്ടിയുള്ള സിഗ്നൽ സ്ട്രെങ്തും കാര്യങ്ങളും ഉണ്ടെന്നുള്ള ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് തരത്തുള്ളൂ. നമ്മളിപ്പം നമ്മുടെ മൊബൈലിൽ നോക്കുന്ന സമയത്ത് നമുക്ക് 5G സിഗ്നൽ കാണും, അല്ലെങ്കിൽ 5Gക്ക് അത്യാവശ്യം സ്പീഡൊക്കെ കാണും. പക്ഷേ എന്നിരുന്നാലും ഇവർ ഈ എയർ ഫൈബർ തരുന്ന സമയത്ത് അവരുടെ കയ്യിലിരിക്കുന്ന ആപ്പ് വെച്ച് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എല്ലാം ചെക്ക് ചെയ്യും. സിഗ്നലിൻ്റെ സ്ട്രെങ്തും ക്വാളിറ്റിയും ചെക്ക് ചെയ്തതിന് ശേഷം അവർ ഒരു ഫിക്സഡ് ക്വാളിറ്റി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണക്ഷൻ തരത്തുള്ളൂ. അവിടെയാണ് എല്ലാവർക്കും പറ്റുന്നത്. കാരണം നമ്മൾ വീട്ടിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലൊക്കെ നോക്കുമ്പോൾ 5G സിഗ്നൽ കാണിക്കുന്നുണ്ട്, സ്പീഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ നമ്മുടെ ഏരിയയിൽ ഉണ്ടാകും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും നമ്മൾ ഇവർക്ക് റിക്വസ്റ്റ് ഇടുന്നത്. പക്ഷേ ഇവർ വന്ന് നോക്കി കഴിയുമ്പോഴത്തേന് സിഗ്നൽ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിലാണ് ഇവർ ആ കണക്ഷൻ തരാൻ പറ്റില്ല എന്നുള്ള രീതി. കാരണം സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് കണക്ഷൻ പോസിബിൾ അല്ല എന്ന് പറയും.
അതുകൊണ്ട് തന്നെ അവർക്ക് റീഫണ്ട് ഇഷ്യൂ ചെയ്യും. റീഫണ്ട് ഇഷ്യൂ വെച്ചാൽ ഇത് പൈസ കിട്ടാതെ പോകുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ഈ കണക്ഷൻ റിജക്ഷൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തേന് ഇതങ്ങ് ഡിലേ ആവാൻ തുടങ്ങി. അപ്പോൾ ഈ 1000 രൂപ ആദ്യം മേടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കുന്നത് വല്ലാണ്ടങ്ങ് താമസിക്കുന്നു. ഒരുപാട് പേര് വീണ്ടും കസ്റ്റമർ കെയർ വിളിക്കുന്നു, അങ്ങനെയുള്ള കുറേ കംപ്ലയിൻറ്റ് വന്നു. ഇതിപ്പം ശരിക്കും 100 രൂപയോ 50 രൂപയൊക്കെയാണ് മേടിച്ചെങ്കിൽ ഓക്കെ ഡിലേ വന്നാലും നമ്മൾ ഓക്കെ പോട്ടെന്ന് വെക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപയാണ് മേടിക്കുന്നത്. 1000 രൂപ മേടിച്ചിട്ട് നമ്മൾ കണക്ഷൻ റിജക്റ്റ് ആവുകയും ചെയ്തു, അതായത് നമ്മുടേതല്ലാത്ത റീസൺസിന് കണക്ഷൻ റിജക്റ്റ് ആവുകയും ചെയ്തതിന് ശേഷം ഇത്രയും ഡിലേ വരുമ്പം അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ 1000 രൂപ പോയി എന്നുള്ള രീതിയിൽ പറയുന്നത്. പൈസ പോകില്ല, പക്ഷേ കിട്ടാൻ ഒരുപാട് ഡിലേ വരുന്നുണ്ട് കുറേ ആൾക്കാർക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ ഞാൻ ഫോളോ ചെയ്ത രീതി തന്നെ ഞാൻ പറയാം. ഞാൻ ഫോളോ ചെയ്ത് വെച്ചാൽ എനിക്ക് നമ്മുടെ ഏരിയ റിമോട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് കുന്നും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കറിയാം 5Gയുടെ ടവർ ഇരിക്കുന്നത് കുറച്ച് ദൂരെയാണ്. വീടിൻ്റെ അകത്ത് നല്ല രീതിയിൽ കിട്ടുന്നില്ല, പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല സിഗ്നലും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കേസ് എനിക്ക് ഡൗട്ട് അടിച്ചുകൊണ്ട് ഞാൻ ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ നിന്നില്ല. എനിക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ജിയോയുടെ ഓഫീസിൽ പോകേണ്ടി വന്നു ടൗണിൽ. അപ്പോൾ ജിയോയുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ അവരോട് അന്വേഷിച്ചു, ഇതുപോലെ എയർ ഫൈബർ ഇങ്ങോട്ട് ലോഞ്ച് ആയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ലോഞ്ചൊക്കെ ആയിട്ടുണ്ട്, എടുക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പ്ലാനൊക്കെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാനിങ്ങനെല്ലാം ചോദിച്ചതിന് ശേഷം അവർ പറഞ്ഞു ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ നിൽക്കേണ്ട, ഞങ്ങൾ വീട്ടിൽ വരാം, വീട്ടിൽ വന്ന് സിഗ്നൽ സ്ട്രെങ്ത് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം സിഗ്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനും ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നെങ്കിൽ വന്നോളാൻ പറഞ്ഞു. ഞാൻ രാവിലെ പോയി, ഉച്ച കഴിഞ്ഞപ്പോൾ അവർ വീട്ടിൽ വന്ന് സിഗ്നൽ ചെക്ക് ചെയ്തു. സിഗ്നൽ ചെക്ക് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഉദ്ദേശിച്ചത് തന്നെ സിഗ്നൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു സിഗ്നലില്ല, പാടാണ്, നമുക്ക് സിഗ്നൽ ബൂസ്റ്റ് ചെയ്തതിന് ശേഷം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു, അവരങ്ങ് പോയി. അപ്പം എൻ്റെ കേസ് അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യാതെ അവർ വന്ന് നോക്കി സിഗ്നൽ ഇല്ലയെന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ അവിടെ കൊണ്ട് സംഭവം സ്റ്റോപ്പായി. അതേസമയം ഞാൻ ആപ്പ് വഴി ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ 1000 രൂപ മുടക്കി ബുക്ക് ചെയ്യുന്നു, ഇവർ 2 ദിവസം കഴിഞ്ഞ് വരുന്നു, സിഗ്നലില്ല, പിന്നെ ഞാൻ ആ റീഫണ്ട് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സപ്പോസ് ഇത് എടുക്കാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമർ കെയർ അല്ലെങ്കിൽ ജിയോയുടെ ഓഫീസ് അടുത്തുള്ളത് നേരിട്ട് പോവോ, ഫോൺ വിളിച്ചോ അവരോട് ചോദിക്കുക. എന്നിട്ട് അതുപോലെ എയർ ഫൈബർ എടുക്കാൻ പ്ലാനുണ്ട് എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വീട്ടിൽ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്പ് വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് കണക്ഷനായിട്ട് അങ്ങ് ജിയോയിൽ റെക്കോർഡാകത്തേ ഉള്ളൂ. അതേസമയം നമ്മൾ ഈ ജിയോ ഓഫീസിൽ അല്ലെങ്കിൽ ജിയോ സ്റ്റോർ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു ടാർഗറ്റ് അല്ലെങ്കിൽ ഓർഡറായിട്ട് അവർക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാം ഈ ഓരോ ഓഫീസിലും അവർക്ക് ടാർഗറ്റ് ഉണ്ട്, ഇത്ര മൊബൈൽ കണക്ഷൻ, ഇത്ര ഫൈബർ കണക്ഷൻ ഒക്കെ എടുക്കണമെന്നുള്ള ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോറിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വരും. അപ്പം ഏറ്റവും നല്ലത് ഓഫീസിൽ തന്നെ ബന്ധപ്പെടുന്നതാണ്. അതേസമയം നമ്മൾ ആപ്പിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ ഡിലേ ഉണ്ട്, അതായത് ബുക്ക് ചെയ്തതിന് ശേഷം 1-2 ദിവസത്തിന് ശേഷം വരുന്നു, അത് ആ രീതിയിൽ നടക്കും. പക്ഷേ നമ്മൾ 1000 രൂപ അടയ്ക്കുകയും വേണം, അതാണ് ആപ്പിലെ കുഴപ്പം. ഇതാകുമ്പോഴത്തേനും നമുക്ക് ക്വിക്കായിട്ട് നടക്കുകയും ചെയ്യും, കാരണം അവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ക്വിക്കായിട്ട് നടക്കുകയും ചെയ്യും, നമുക്ക് പൈസയും പോകത്തില്ല. കാരണം അവർ വന്ന് നോക്കി ഓക്കെ കണക്ഷന് തരാൻ ഓക്കെയാണ്, സ്റ്റേബിലിറ്റി ഉണ്ട്, നെറ്റ്വർക്കിന് പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഫർദർ സ്റ്റെപ്പിലേക്ക് പോകും. നമ്മൾ 1000 രൂപ മുടക്കുക, ബുക്ക് ചെയ്യുക, അതിനുശേഷം അവർ 1-2 ദിവസത്തിനകത്ത് വന്നിച്ച് സംഭവങ്ങളെല്ലാം വെച്ച് ഇൻസ്റ്റാൾ ചെയ്യും, ബാക്കി റിമൈനിങ് എമൗണ്ട് അടച്ച് സംഭവം നമുക്ക് കണക്ഷൻ കിട്ടും. അതേസമയം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, അവർ വന്ന് ചെക്ക് ചെയ്യുന്നു, ഓക്കെ നടക്കത്തില്ലെങ്കിൽ അതോടൊപ്പം ഡ്രോപ്പ് ചെയ്യുന്നു. നമുക്ക് പ്രത്യേകിച്ച് പൈസ നഷ്ടവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആപ്പ് വഴി അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ നിൽക്കാതെ സ്റ്റോറിൽ കോൺടാക്ട് ചെയ്യുക. സ്റ്റോറിൽ കോൺടാക്ട് ചെയ്ത് അവരോട് കാര്യങ്ങൾ പറയുക, വീട്ടിൽ വന്ന് ചെക്ക് ചെയ്യാൻ പറയുക. ചെക്ക് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ സപ്പോസ് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് സ്റ്റോറിലുള്ളവർ നിങ്ങളോട് പൈസ അടച്ചതിന് ശേഷമേ വരുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ സമ്മതിക്കേണ്ട, വന്ന് നോക്കി സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങ് പറയുക. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടതുകൊണ്ട് അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് കണക്ഷൻ ചെക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സിഗ്നൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. അപ്പം ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യുക. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ പോകാതെ അല്ലെങ്കിൽ ആ റീഫണ്ടിൻ്റെ ആ ഡിലേ ഒഴിവാക്കാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവ് വേ. അപ്പോൾ ഈ രീതി നിങ്ങൾ കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ ഈ എയർ ഫൈബറുമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.